തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും മങ്കേ ചേർത്തിയിടുവാനായി കൊടുത്ത് വിട്ടിടിനാൾ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്നാശുരാമൻ തൃക്കാൽക്കൽ വച്ചു തൊഴുതിയിടിനാൾ. ഭക്തിയോടെ അങ്കുലീയമെടുത്തും അംബുലാവിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും. പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൾ കവചവും. ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൾ. രാവണ ഭഗിനിയും രോദേന ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനാശൈലം പോലെ ശൂർഭണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനരുൾ ചെയ്താൽ. അവനോ മുര ചെയ്താൽ എന്തിനു വത്സേ ചൊല്ലിയിടനോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ജനൊടുക്കുവാൻ. സത്യം ചൊല്ലുന്നു ജ്ഞാരമവൾ മുര ചെയ്താൽ എത്രയും മൂടൻ ഭവാൻ. പ്രമത്തൻ പാനസക്തൻ ശ്രീജിതാനദി ഷടനന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തു ചൊല്ലുന്നു നിന്നെ വൃതാം. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നിവിടെയെല്ലാം. പോഴും കേട്ടതില്ലയോ ഖരഭൂഷണ ത്രിശിരാക്കൾ കൂട്ടമോടെ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധനേന രാമൻ വേഗേണ ബാണഗണം പ്രഹരിച്ചൊടുക്കിനാലെന്തരോ കഷ്ടമോർത്താൽ. എന്നതൂ കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലപവൻ കൊല്ലുന്നവനൊന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളവതു കേട്ടു രാവണനോട് യാതുനാധിപ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥല ദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ട് താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗമരീതടം പൂക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയാഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസാവേഷത്തോടും ധർമാധാരങ്ങളോടും സോദരനായിടും ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭഗിനി തന്നെ കണ്ടേ. നാരീവണ്ണം മറ്റില്ല ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സരസ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചോടും അവളെ വഴി പോലെ. കാണുമ്പോൾ അങ്കനം ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു. കൽപ്പിക്കാം വികൽപ്പമില്ല അല്പവും അതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളിവളൊന്നും കൽപ്പിച്ചോ കൊണ്ടിങ്ങു പോന്നിടുവാനൊരും പെട്ടേൻ. നൽകുജാസനാസ കർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവാനിയോഗത്താൽ. വൃത്താന്തം കരനോട് ചെന്നു ഞാനറിയിച്ചോൻ യുദ്ധവും നഗ്നഞ്ചരാനിയോടും അവൻ രോഷവേഗേണ ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവനെയൊടുക്കിനാൾ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകൾ വിശംഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കണ്ട നേർമിഴിയോളം ജാനകീദേവിയെപ്പോൾ. നിന്നിരുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. സകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലത്രയും നന്നു ഭവാൻ. തത്സാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാവും അവൾ ഉത്സംഗേ വസിക്ക.
കൊണ്ടാകുന്നു ദേവാരതേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാം, കാമവൈരിക്കും നേരെ നിൽക്കൊരു എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രിയെ തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ടതിന് ശേഷം സാദരവാക്യങ്ങൾ ആശ്വസിപ്പിച്ചു. പൂർണ്ണം തന്നെ മണിയറ തന്നിലകം പോക്കാൻ വന്നതില്ലേതും ചിന്ത്രയുണ്ടാകമൂലം എത്രയും ചിത്രമോട്ടോളമതി മിതമൊരു മർത്യനായി 3.25 നാഴിക നേരം കൊണ്ടും ശക്തനാം നഗ്നഞ്ചരപ്രവരൻകരൻ നാനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം, ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസ രാജമെന്നാലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതീനെല്ലാ ജാതിയും മടിക്കേണ്ട, ഞാനൊന്നുകൊണ്ടും യുക്തമാത്മനെ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ. തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൽ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞതാ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൽ. വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ, ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല ഗിരീശ്വരൻ. രാവണ-മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതോ ചിത്രഭാനുമുദയാതിമൂർധിനി വന്നു തേരതിയിലേറി നിന്നിടാൻ. ദേവസഞ്ജയ വൈരിപാരാദേവാരാവാരം ഭാരമാം ധീരം തത്ര മാരീശാശ്രമം പ്രാപിച്ചിടിനാനദീദ്രം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജഗടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകാനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമേതി ദിവിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടും ഒരു വീടിനാ മാരീചനും. ലൗകികാത്മനാ ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടു സ്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാരിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു